പ്രണവിന് പിന്നാലെ മോഹൻലാലിന്റെ മകൾ വിസ്മയും വെള്ളിത്തിരയിലേക്ക് എന്ന വാർത്ത കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുവന്നു. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന സിനിമയിലൂടെയാണ് വിസ്മയുടെ അരങ്ങേറ്റം. ആശീർവാദ് സിനിമയുടെ 37ാം സിനിമയായിട്ടാണിത് പുറത്തിറങ്ങുക. ഇതൊരു നിയോഗം എന്നാണ് സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫിന്റെ ആദ്യ പ്രതികരണം. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സലിം, മോഹൻലാൽ തന്നെ 5 മണിക്ക് കൃത്യമായി ഈ അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമമിട്ട് ഈ കാര്യം അറിയിച്ചിരിക്കുന്നു സമൂഹ മാധ്യമത്തിലൂടെ. അതിൽ കൃത്യമായി മകൾ വിസ്മയ തുടക്കം എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള പോസ്റ്റർ അടക്കമാണ് മോഹൻലാൽ അത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് ആശീർവാദ് സിനിമാസിന്റെ ഈ പുതിയ സംരംഭം തുടക്കം, ഒപ്പം തന്നെ അതിന്റെ മറ്റ് ക്രൂ ആരൊക്കെയാണെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ ഇപ്പോൾ സലിം? പ്രജിൻ, നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന ആ സിനിമയിൽ 3 പേരുടെ പേര് മാത്രമാണ്. അതൊന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, മറ്റൊന്ന് അതിലെ പ്രധാന കഥാപാത്രമായ വിസ്മയ മോഹൻലാൽ, മറ്റൊന്ന് അതിൻ്റെ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ്. ഇതല്ലാതെ ആ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങൾ ആര്, നായകൻ ആര്, ഏത് വിഭാഗത്തിൽപ്പെട്ട സിനിമ, മറ്റ് ക്രൂ ആര്, ക്യാമറാമാൻ തുടങ്ങിയ വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതേ ഉള്ളൂ. എന്തായാലും ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഇത്തരത്തിലൊരു സർപ്രൈസ് ആശീർവാദിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ്. അതിന് പിന്നാലെ വിസ്മയ മോഹൻലാൽ ആദ്യമായി സിനിമാ ലോകത്തേക്ക് എത്തുന്നു എന്ന വിവരവും പുറത്തു വന്നു. കൃത്യം 5 മണിക്ക് തന്നെ തൻ്റെ മകൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മോഹൻലാൽ സർപ്രൈസ് പുറത്തുവിടുകയും ചെയ്തു. തുടക്കം എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ, അത് പലവിധത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. സിനിമയിലെ നായകനെ ചൊല്ലിയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ പ്രചരണം നടക്കുകയാണ്. ആരാണ് എന്നുള്ളതിൽ പല ഊഹങ്ങളും പ്രചരിക്കുന്നുമുണ്ട്. എന്തായാലും ഔദ്യോഗികമായ ആ നിലയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇതുവരെയും നടത്തിയിട്ടില്ല. എന്തായാലും ഒരു കൊച്ചു കുടുംബ ചിത്രമായിരിക്കും, നല്ല ചിത്രമായിരിക്കും എന്നൊക്കെ ജൂഡ് ആന്റണി ജോസഫ് അതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്കിലൂടെ കുറിച്ചിട്ടുണ്ട്. 2018 ഈ പ്രണവ് മോഹൻലാൽ മലയാളത്തിലേക്ക് ആദ്യമായി സിനിമയുമായി എത്തിയത്. അത് ആദി എന്ന സിനിമ, ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദി എന്ന സിനിമയിലൂടെയാണ് മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ ആദ്യമായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. അതിന് പിന്നാലെ 7 വർഷങ്ങൾക്കിപ്പുറമാണ് 2018 എന്ന സിനിമയുടെ സംവിധായകൻ, അതായത് 2018 പ്രണവ് മോഹൻലാൽ അരങ്ങേറ്റം കുറിക്കുന്നു. അതിന് പിന്നാലെ 2018 എന്ന സിനിമയുടെ സംവിധായകൻ 7 വർഷങ്ങൾക്കിപ്പുറം മോഹൻലാലിൻ്റെ മകളെ നായികയാക്കി സിനിമ എടുക്കുന്നു. തുടരും എന്ന സിനിമയ്ക്ക് ശേഷം മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നൊരു സിനിമ എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നവർക്കാണ് തുടക്കം എന്ന സിനിമ. അതിൽ മോഹൻലാൽ ഉണ്ടാകുമോ എന്ന വ്യക്തതയും ഈ ഘട്ടത്തിലില്ല. പക്ഷേ ആശീർവാദ് സിനിമാസിൻ്റെ 37 സിനിമകൾ, അതിൽ 36 എണ്ണത്തിലും മോഹൻലാൽ തന്നെയായിരുന്നു നായകൻ. ഇതുവരെ പുറത്തിറങ്ങിയ 36 സിനിമകളിൽ 35 സിനിമകളിൽ മോഹൻലാൽ തന്നെയായിരുന്നു നായകൻ. ഒരെണ്ണത്തിൽ പ്രണവ് മോഹൻലാൽ, അതാണ് ആദി എന്ന സിനിമ. ആ സിനിമയിലും മോഹൻലാലിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. മോഹൻലാൽ അതിഥി താരമായി എത്തിയിരുന്നു. ഇത് 37ാമത്തെ സിനിമയിൽ മോഹൻലാലിൻ്റെ സാന്നിധ്യമില്ലാത്ത ആദ്യ ആശീർവാദ് സിനിമയാകുമോ ഇത് എന്നുള്ള അഭ്യൂഹം നിലവിലുണ്ട്. അതല്ല, മോഹൻലാൽ ഏതെങ്കിലും നിലയിലൊരു കഥാപാത്രമായി എത്തുമോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. അതൊക്കെ കുറച്ചുകൂടി കഴിയുമ്പോൾ അതിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മാത്രമേ അക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരൂ. എന്തായാലും ചെറിയ കുട്ടിയായിരിക്കുന്ന വിസ്മയ മോഹൻലാലിനെ ആന്റണി പെരുമ്പാവൂർ എടുത്തുയർത്തുന്ന ചിത്രം ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിനുശേഷം തൻ്റെ മായക്കുട്ടിക്ക് എല്ലാവിധ ആശംസകളും എന്ന് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മോഹൻലാലും ഫേസ്ബുക്കിൽ ഈ സിനിമ അനൗൺസ് ചെയ്തുകൊണ്ട് സിനിമയുമായുള്ള പ്രണയം ദീർഘകാലം തുടരട്ടെ എന്നുള്ള ഒരു ആശംസ നേർന്നിട്ടുണ്ട്. തങ്ങളിൽ മോഹൻലാലും സുചിത്ര ചേച്ചിയും ഏൽപ്പിച്ച വിശ്വാസം അത് അതേപടി നിലനിർത്തും എന്ന് ജൂഡ് ആന്റണി ജോസഫും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ സിനിമ, ഒരു നല്ല സിനിമയ്ക്കുള്ള പ്രതീക്ഷയാണ്. കാരണം വളരെ കുറച്ച് സിനിമ മാത്രമാണ് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അതൊക്കെ വലിയ നിലവാരം പുലർത്തുന്നവയായിരുന്നു, വലിയ വിജയമായിരുന്നു. ഓം ശാന്തി ഓശാന എന്ന സിനിമയിലൂടെയാണ് ജൂഡ് ആദ്യമായി മലയാള സിനിമയിലേക്ക് ഒരു സംവിധായകനായി എത്തുന്നത്. അതിന് പിന്നാലെ ഒരു മുത്തശ്ശി കഥ, സാറാസ് എന്നീ സിനിമകൾ സംവിധാനം ചെയ്തു. അതിൽ സാറാസ് OTT റിലീസായിരുന്നു. വലിയ അഭിപ്രായം, വലിയ നിരൂപക പ്രശംസ ആ സിനിമയ്ക്കും ലഭിച്ചിരുന്നു. ഓം ശാന്തി ഓശാന വലിയ വിജയമാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് 2018 പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്ത 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന സിനിമ ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുകയും അത് മലയാളത്തിലെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച് ഇൻഡസ്ട്രിയൽ വിജയമായി മാറുകയും ചെയ്തത്. അതിന് പിന്നാലെ 2018 റെക്കോർഡ് തകർക്കുന്നത് പിന്നീട് ഒരു മോഹൻലാൽ സിനിമയായിരുന്നു. ഈ വർഷം പുറത്തിറങ്ങിയ തുടരും എന്ന സിനിമയിലൂടെ മോഹൻലാൽ ആ റെക്കോർഡ് തിരുത്തി വീണ്ടും ഇൻഡസ്ട്രിയൽ ഹിറ്റുമായി മോഹൻലാൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ കൂട്ടുകെട്ട് ഒന്നിക്കുന്നത്. ആശീർവാദ് സിനിമാസും ജൂഡ് ആന്റണി ജോസഫും ഒന്നിച്ചു ചേർന്ന് വിസ്മയ മോഹൻലാലിൻ്റെ ആദ്യത്തെ സിനിമ എത്തുകയും ചെയ്യുന്നുണ്ട്. അത് ഏത് വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് എന്നതിലുൾപ്പെടെ വലിയ ആകാംക്ഷകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം പ്രണവ് മോഹൻലാലിൻ്റെ ആദ്യ സിനിമ ആക്ഷൻ ജോണറിലുള്ളതായിരുന്നു. ഇത് ഏത് ജോണറിലെ സിനിമയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, പ്രണവ് മോഹൻലാൽ ഈ സിനിമയിലേക്ക് വരുമ്പോഴും വിസ്മയ
വിസ്മയയുടെ സിനിമ എൻട്രി പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതല്ല. കാരണം എഴുത്തും വരയും വായനയും ആ നിലയിൽ ചില കായിക വിനോദങ്ങളുമൊക്കെ ആയിട്ടായിരുന്നു വിസ്മയ മോഹൻലാൽ ഇത്രയും കാലം നിന്നിരുന്നത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ താൻ വരച്ച ചിത്രങ്ങളൊക്കെ പങ്കുവെക്കുക, ഒപ്പം തന്നെ ഒരു പുസ്തകം എഴുതി പബ്ലിഷ് ചെയ്തു. അത് ആമസോണിൻ്റെ തന്നെ ടോപ്പ് സെല്ലിംഗ് ലിസ്റ്റിലേക്ക് ഇടം പിടിച്ചു. അങ്ങനെയുള്ള സിനിമയിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ഒരു തരത്തിലുള്ളതായിരുന്നു വിസ്മയയുടെ ഇത്രയും കാലത്തെ പെരുമാറ്റം. അതുകൊണ്ട് തന്നെ വിസ്മയയുടെ സിനിമ എൻട്രി അങ്ങനെ ആരും പ്രതീക്ഷിക്കപ്പെട്ടതല്ല. അതിനിടയിലാണ് ജൂഡ് ആന്റണി ജോസഫിന്റെ സിനിമയിലൂടെ വിസ്മയ മലയാള സിനിമയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. വലിയ ആശംസകൾ ഇതിനോടകം തന്നെ സിനിമാ മേഖലയിലുള്ള പലരും വിസ്മയയ്ക്ക് നൽകി കഴിഞ്ഞു. ഇനിയും ഈ സംശയങ്ങൾ നിരവധി ബാക്കിയുണ്ട്. അതിൽ ഏറ്റവും ആകാംക്ഷ ഉയർത്തുന്ന സംശയം മോഹൻലാലിൻ്റെ സാന്നിധ്യം തന്നെയാകും. കാരണം മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രണവ് മോഹൻലാൽ വന്നപ്പോൾ തന്നെ അവർ പ്രണവ് മോഹൻലാലിനെ ഏറ്റെടുത്തിരുന്നു. അപ്പു എന്ന വിളിയിലൂടെ മലയാളിക്കൊരു പുതിയ യുവ സൂപ്പർ നായകനെ കിട്ടി എന്നുള്ളതായിരുന്നു അക്കാലത്ത് മോഹൻലാൽ ഫാൻസ് പറഞ്ഞത്. പിന്നീട് ആ വിശ്വാസം പ്രണവ് മോഹൻലാൽ കാത്തുസൂക്ഷിക്കുന്നതും കണ്ടതാണ്. പിന്നീട് കുറച്ചധികം സിനിമകൾ ചെയ്യുകയും അതിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷമായിരുന്നു പ്രണവ് മോഹൻലാലിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും അവസാനത്തെ സിനിമ. ഒപ്പം മോഹൻലാലുമായി തന്നെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമ മോഹൻലാലിന്റെ സിനിമയിൽ തന്നെ വേഷമിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഹൃദയം എന്ന സിനിമ വിനീത് ശ്രീനിവാസന്റെ സിനിമയിൽ വലിയ വിജയം നേടി. അങ്ങനെ ആദിക്കു പിന്നാലെ 20-ാം നൂറ്റാണ്ട് തുടങ്ങിയ വിവിധ സിനിമകളിൽ അദ്ദേഹം ഭാഗമായതാണ്. ഇപ്പോൾ വിസ്മയ മോഹൻലാൽ കൂടി ആശീർവാദിന്റെ അതേ ബാനറിൽ മലയാള സിനിമയിലേക്ക് എത്തുകയാണ്. പ്രജിൻ, യെസ്, എന്തായാലും പ്രണവിനെ നമ്മൾ ബാലതാരമായൊക്കെ കണ്ടതാണ് ഒന്നാമതിലടക്കം, പിന്നീട് നായകനായൊക്കെ വന്നു. പക്ഷേ വിസ്മയെ നമ്മൾ അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും കണ്ടിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായാണ് ഈ ഒരു വിവരമൊക്കെ ഇപ്പോൾ വരുന്നത്. അത് ഔദ്യോഗികമായി തന്നെ അതിൻ്റെ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫും ഒപ്പം തന്നെ മോഹൻലാലും അത് ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിസ്മയ മലയാള സിനിമയിലേക്ക് തുടക്കം കുറിക്കുന്നു, തുടക്കം എന്ന സിനിമയിലൂടെ. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം.